PSC അംഗത്വം വാഗ്ദാനം ചെയ്ത് CPM നേതാവ് 22 ലക്ഷം കോഴ വാങ്ങിയെന്ന ആരോപണത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ പാർട്ടി പൂർണ്ണമായും പ്രതിരോധത്തിലായിരിക്കുകയാണ്. കോഴിക്കോട് കേന്ദ്രീകരിച്ച് ശക്തമായ ഒരു സാമ്പത്തിക കോക്കസ് പ്രവർത്തിക്കുന്നുണ്ടെന്ന് നേരത്തെ ആരോപണമുണ്ടായെങ്കിലും അത് ഇത്ര ശക്തമാണെന്ന് പാർട്ടി അണികളും അനുഭാവികളും അറിഞ്ഞിരുന്നില്ല. CPM കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി അംഗം പ്രമോദ് കോട്ടൂളിയാണ് കോഴ വാങ്ങിയതെന്നാണ് ആരോപണം. സംഭവത്തിൽ പരാതിക്കാരുടെ മൊഴിയും രേഖപ്പെടുത്തി. കോഴയാരോപണം സംബന്ധിച്ച് മന്ത്രി മുഹമ്മദ് റിയാസ് ഉൾപ്പെടെ പാർട്ടിക്ക് നേരത്തെ പരാതി നൽകിയിരുന്നു. പ്രമോദ് കോട്ടൂളിക്കെതിരെ നടപടിക്ക് 4 അംഗ കമ്മീഷനെയും CPM നിയോഗിച്ചു. CITU നേതാവ് അടക്കമുള്ള 4 അംഗ കമ്മീഷനെയാണ് അന്വേഷണത്തിന് പാർട്ടി നിയോഗിച്ചത്. ആരോപണത്തിന് പിന്നാലെ പ്രമോദിനെ CPM CITU പദവികളിൽ നിന്ന് നീക്കാനും CPM തീരുമാനിച്ചിട്ടുണ്ട്. CPM-ലെ പ്രമുഖ നേതാക്കളുമായി അടുത്ത ബന്ധമുള്ള ആളാണ് പ്രമോദ്. മന്ത്രി മുഹമ്മദ് റിയാസിനെ ചൂണ്ടിക്കാട്ടിയാണ് ഇയാൾ പല തരികിടകളും നടത്തുന്നതെന്നാണ് ആക്ഷേപം. ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന പാർട്ടി സഹയാത്രികരിൽ നിന്നാണ് 22 ലക്ഷം രൂപ കൈപ്പറ്റിയത്. മന്ത്രി റിയാസിന്റെ പേര് പറഞ്ഞാണ് തട്ടിപ്പെന്നാണ് അറിയുന്നത്. 60 ലക്ഷം രൂപയാണ് ആദ്യം ചോദിച്ചത്, പിന്നീട് 22 ലക്ഷമാക്കി കുറച്ചു. എന്നാൽ CPM PSC അംഗങ്ങളെ തീരുമാനിച്ചപ്പോൾ അതിൽ ഈ വ്യക്തി ഉൾപ്പെട്ടിരുന്നില്ല. മന്ത്രിയുടെ അയൽവാസി കൂടിയാണ് പ്രമോദ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പ്രമോദിന്റെ പേര് പുറത്തു വന്നത് കൂട്ടുകച്ചവടത്തിലെ ബലിയാടാക്കലാണെന്ന ആക്ഷേപവും രാഷ്ട്രീയ പ്രതിയോഗികൾ ഉന്നയിക്കുന്നുണ്ട്. തുടർന്ന് പണം കൈപ്പറ്റിയ നേതാവ് ആയുഷിൽ ഉയർന്ന പദവി വാഗ്ദാനം ചെയ്തെങ്കിലും അത് നടന്നില്ല. തുടർന്ന് പണം തിരിച്ചു ചോദിച്ചെങ്കിലും വാങ്ങിയ പണം ഇതുവരെ തിരികെ നൽകിയിട്ടുമില്ല. പാർട്ടിയുമായി അടുത്ത ബന്ധമുള്ള പരാതിക്കാരൻ സംസ്ഥാന നേതൃത്വത്തിന് പരാതി നൽകിയതിന് പിന്നാലെ പ്രാഥമിക അന്വേഷണം നടത്തി സംഭവത്തിൽ കഴമ്പുള്ളതായി കണ്ടെത്തി. പരാതി ജില്ലാ കമ്മിറ്റിക്ക് കൈമാറിയിരിക്കുകയാണ്. സംഭവത്തിൽ അന്വേഷണം നടക്കട്ടെ എന്നാണ് മന്ത്രി റിയാസിന്റെയും നിലപാടെന്നാണ് പാർട്ടി വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. നേരത്തെ കോഴിക്കോട് പാർട്ടി ഓഫീസ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കോക്കസിനെ കുറിച്ച് അന്വേഷണം വേണമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് മന്ത്രി CPM നേതൃത്വത്തിന് 1 മാസം മുൻപ് പരാതി നൽകിയതായി വാർത്തകൾ പുറത്തു വന്നിരുന്നു. കോഴിക്കോട് ജില്ലാ കമ്മിറ്റിക്കാണ് പരാതി നൽകിയത്. CITU ജില്ലാ ചുമതല വഹിക്കുന്ന നേതാവ് നേതൃത്വം നൽകുന്ന കോക്കസിനെ കുറിച്ച് അന്വേഷണം വേണമെന്നാണ് പരാതിയിൽ ആവശ്യപ്പെട്ടത്. സംഭവത്തിൽ കോഴിക്കോട് CPM ജില്ലാ നേതൃത്വം അന്വേഷണം നടത്തിയെങ്കിലും തുടർ നടപടികൾ എന്താണെന്ന് വ്യക്തമല്ല. അതേസമയം നേരത്തെയും കോഴിക്കോട് ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. ഭരണത്തിന്റെ തണലിൽ ഒരു വിഭാഗം നന്നായി മുതലെടുക്കുന്നുവെന്ന് ആരോപണമുണ്ട്. മുൻ MLA ജോർജ് M തോമസിന്റെ നേരെയുണ്ടായ വിവാദം, കിനാലൂർ എസ്റ്റേറ്റ് വിവാദ കാലത്ത് CPM കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീമിന്റെ ബന്ധുക്കൾ നടത്തിയ ഭൂമി വാങ്ങിക്കൂട്ടലുകൾ എന്നിങ്ങനെയുള്ള നിരവധി സാമ്പത്തിക ആരോപണങ്ങൾ കോഴിക്കോട് പാർട്ടിക്കകത്തുണ്ട്. പിണറായി പക്ഷത്തിന്റെ സമ്പൂർണ്ണ ആധിപത്യമുള്ള CPM ജില്ലാ നേതൃത്വത്തിൽ മുഹമ്മദ് റിയാസിന് പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത സാമ്പത്തിക ശക്തികൾ ഉണ്ട് എന്ന് പറയുന്നതും ദുരൂഹമാണ്.